قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു കുറേ നാളുകളായി നമ്മുടെ രാജ്യത്ത് ഏറെ വിവാദമായ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വഖഫ് നിയമം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഏപ്രിൽ മാസം 2-ാം തീയതി വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും 3-ാം തീയതി പുലർച്ചെ 1:56 വ്യാഴാഴ്ച 1:56 ആ ബിൽ പാർലമെൻറ്റിൽ പാസാക്കുകയും വെള്ളിയാഴ്ച അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും 5-ാം തീയതി പാസാക്കപ്പെട്ട ബില്ലിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കൺസെൻറ്റ് ലഭിക്കുകയും അവർ അതിനകത്ത് ഒപ്പുവയ്ക്കുകയും 8-ാം തീയതി അത് രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതായി സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ചുരുക്കപ്പേര് ഉമീദ് ആക്ട് എന്നാണ്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാണ് ഇനി ആ ആക്ടിനെ അറിയുക. ഉമീദ് ആക്ട് എന്നാണ് ചുരുക്കി അതറിയപ്പെടുക. ലോകസഭയിൽ 14 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ്, പ്രതിപക്ഷം ശക്തമായ പ്രതിരോധം തീർത്തതിന് ശേഷമാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യവും അംഗീകരിക്കാതെ ആ ബില്ല് 3-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 1:56 ലോകസഭ പാസ്സാക്കുന്നത്. ഇങ്ങനെ ഒരു ബിൽ പാർലമെൻറ്റിൽ പാസ്സായതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ലോകസഭയിലും രാജ്യസഭയിലുമെല്ലാം BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കാണ് ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ടത് പാസ്സാവുക എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതവുമല്ല. ഇനി സർക്കാർ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു എന്നതും അത്ര അത്ഭുതകരമായ കാര്യമല്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ എന്നു മുതലാണോ വന്നത് അന്നു മുതലേ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ ചുട്ടെടുക്കാനുള്ള കൊണ്ടുപിടിച്ച തത്രപ്പാടിലാണ് സർക്കാരുള്ളത്. വന്ന ഉടനെ തന്നെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അതിനുശേഷം CAA NRC നടപ്പാക്കി. പിന്നീട് മുത്തലാഖ് എന്ന് പറയുന്ന നിയമം, അതിനെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു. പിന്നീട് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിതു. അതിനുശേഷം ഇപ്പോൾ വഖഫ് ഭേദഗതി ആക്ട് കൊണ്ടുവന്ന് പാസ്സാക്കി. ഇനി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച്, ഏക സിവിൽ കോഡിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ പലതും വരും എന്ന് മാത്രമല്ല, ഇത് കൂടാതെ തന്നെ
പുതിയ പള്ളികൾക്കുമേൽ അവകാശവാദം ഉന്നയിക്കുകയും പള്ളികളുടെ താഴെ ശിവലിംഗം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, പശുവിൻ്റെ പേരിലും ഗോമാംസത്തിൻ്റെ പേരിലുമൊക്കെ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുകയും ചുട്ടുകൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി മുസ്ലിം സമൂഹത്തിൻ്റെ വീടുകൾക്ക് നേരെ ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയിലെ ഒരു ശത്രു സമൂഹത്തെ പോലെയാണ് മുസ്ലിം സമൂഹത്തെ സംഘപരിവാർ ഗവൺമെൻറ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതപ്പെടാനില്ല ഇങ്ങനെ ഒരു ബില്ല് വന്നതിൽ. മാത്രമല്ല, RSSൻ്റെ വേദപ്രമാണമായ ബഞ്ച് ഓഫ് തോട്ടിൻ്റെ 19-ാം അധ്യായത്തിൽ വൈദേശിക ഭീഷണികളെക്കാൾ അല്ലെങ്കിൽ വൈദേശിക ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ശത്രു എന്ന് പറയുന്നത് ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഭ്യന്തര ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമതായി എഴുതി വച്ചിട്ടുള്ളത് സംഘപരിവാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്. അങ്ങനെ മുസ്ലിങ്ങളെ നോക്കിക്കാണുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരിത്തരത്തിലുള്ള ബില്ലായിട്ട് വരുന്നു, ആക്റ്റായിട്ട് വരുന്നു, വാളായിട്ട് വരുന്നു, തോക്കായിട്ട് വരുന്നു, വടിയായിട്ട് വരുന്നു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അതിനി ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? വൈൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ തഖ്വ പാലിക്കുകയും സബർ കൈക്കൊള്ളുകയും ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സബറും തഖ്വയും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ ജനാധിപത്യപരമായിട്ട് അഭിമുഖീകരിക്കാം എന്നതിനെ കുറിച്ചാണ് മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടത്. അതിനതാണ് പരിഹാരമുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ സംഘപരിവാർ ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തു എന്നതല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യ രാജ്യത്ത് നടന്ന കാര്യമാണ്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ്. മുസ്ലിം സമൂഹത്തെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയതും വേദനിപ്പിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ അവരുടെ വേദപ്രമാണത്തിൽ ആഭ്യന്തര ശത്രുക്കളായിട്ട് 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ച ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് അവരിൽ മേൽക്കൈയുള്ള കത്തോലിക്ക സമുദായം, KCBC കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിൽ, CBCI കത്തോലിക്ക ബിഷപ്പ്, പിന്നെ അവരുടെ അഖിലേന്ത്യാ മെത്രൻ സഭ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ്, ഓൾ ഇന്ത്യ കത്തോലിക്ക യൂണിയൻ, കേരള കത്തോലിക് ഫെഡറേഷൻ ഒക്കെ തന്നെ കത്തോലിക്ക സഭാ നേതൃത്വമെല്ലാം ഈ സന്ദർഭത്തിൽ ആ ബില്ലിന് അനുകൂലമായി സംഘപരിവാറിൻ്റെ ഒപ്പം നിലയുറപ്പിച്ചു എന്നതാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നതും വേറെ വേദനിപ്പിക്കുന്നതും. അല്ല, സംഘപരിവാർ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി മുസ്ലിം സമൂഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നതല്ല നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത്. കേരളത്തിലെ 19 MP-മാർക്കും കത്തോലിക്ക സഭ കത്ത് കൊടുത്തിരുന്നു ആ ബില്ലിന് എതിരായി വോട്ട് ചെയ്യണം, ആ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP ഒഴികെ ബാക്കി എല്ലാവരും ആ ബില്ലിനെതിരെ അതിശക്തമായ, ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വഫൻ കന്നഹും ബുനിയാനുൻ മർസൂസ് എന്ന രൂപത്തിൽ ഇന്ത്യ സഖ്യം ആ ബില്ലിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു. 14 മണിക്കൂർ പ്രതിരോധം തീർത്തതിന് ശേഷമാണ് ആ ബിൽ ലോകസഭയിൽ പാസ്സാക്കിയെടുക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള MP-മാർ, ക്രൈസ്തവ MP-മാർ, കോൺഗ്രസ് MP-മാർ, CPM MP-മാർ എല്ലാവരും ആ ബില്ലിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് എന്നത് ഏറെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. പക്ഷേ അത് കത്തോലിക്ക സഭാ നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവർ അരിശം കൊള്ളുന്നത് നമുക്ക് ചാനലുകളിലൂടെ കാണാൻ കഴിയുമായിരുന്നു. പമ്പ്ലാനി അച്ഛൻ വേറെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി കളയും എന്നുള്ള വർത്താനം വരെ പറഞ്ഞു വെച്ചു. ഈ ബില്ല് പാസ്സായതോടുകൂടി നമുക്കറിയാം സീറോ മലബാർ സഭ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മുഹൂർത്തത്തിലാണ് ഈ കത്തോലിക്ക സഭ സംഘപരിവാറിനെ പിന്തുണച്ചത്, ആ ബില്ലിന് അനുകൂലമായിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം പരസ്യമായിട്ട് നിന്നത് ഏതൊരു മുഹൂർത്തത്തിലാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നത് 2-ാം തീയതി ബുധനാഴ്ചയാണ്.
എന്നാൽ മാർച്ച് മാസം 16-ാം തീയതി കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട്. മാർച്ച് മാസം 16-ാം തീയതി, ഏപ്രിൽ 2-നാണ് ഈ ബില്ല് പാർലമെന്റിൽ വരുന്നത്. മാർച്ച് മാസം 16-ാം തീയതി പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. ഓൾ ഇന്ത്യ കത്തോലിക് യൂണിയൻ കൊടുത്ത ഒരു പത്രക്കുറിപ്പാണ് പത്രത്തിൽ. അതിങ്ങനെയാണ്: രാജ്യത്ത് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ പെരുകുകയാണ്. 2024 ഡിസംബർ വരെ, അഥവാ കഴിഞ്ഞ കൊല്ലം ഡിസംബർ വരെ, 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഡിസംബർ വരെ ഇന്ത്യയിൽ 834 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓൾ ഇന്ത്യ കത്തോലിക് യൂണിയൻ അവരുടെ പത്രപ്രസ്താവനയിൽ പറയുന്നത്. മാർച്ച് 16-ാം തീയതി. മാർച്ച് 17-ന് കേരളത്തിലെ പത്രങ്ങളിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട്. അത് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യാസ് റിലീജിയസ് ലിബർട്ടി കമ്മീഷന്റെ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ ഇതാണ്: വിശ്വാസം അപകടത്തിൽ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമവും വിവേചനവും പരിശോധിക്കുന്നു 2024. എന്നിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.3% വരുന്ന ക്രിസ്ത്യാനികളോടുള്ള ശത്രുത വൻതോതിൽ വളരുന്നു. ഈ ശത്രുത മുസ്ലിങ്ങളുടെ ശത്രുതയല്ലല്ലോ, ഈ ശത്രുത ഹിന്ദുക്കളുടെ ശത്രുതയല്ല, ഈ ശത്രുത സംഘ് പരിവാറിന്റെ ശത്രുതയാണ്, RSSന്റെ, ബജറംഗ് ദളിന്റെ, BJPയുടെ ശത്രുതയാണ് ഈ പറയുന്നത്. ആ ശത്രുത വളരുന്നു എന്നാണ് പറയുന്നത്, അല്ലാതെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളോടുള്ള ശത്രുത വളരുന്നു എന്നല്ല. പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരായ വ്യവസ്ഥാപിതവും സംഘടിതവുമായ പീഡനം നടക്കുന്നുണ്ട്. എന്നിട്ട് ആ റിപ്പോർട്ട് പറയുന്നു, ഒരു ദിവസം ശരാശരി 4-5, ഇത് മുസ്ലിങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടൊന്നുമല്ല, ഇവാഞ്ചലിക്കൽ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. ഒരു ദിവസം 4-5 പള്ളികൾക്ക് നേരെയോ പാസ്റ്റർമാർക്ക് നേരെയോ ആക്രമണം നടക്കുന്നു എന്ന്. എല്ലാ ദിവസവും ഒന്നുകിൽ 4-5, ശരാശരി 4-5 പാസ്റ്റർമാർക്ക് നേരെയോ ക്രിസ്ത്യൻ ചർച്ചിന് നേരെയോ ആക്രമണങ്ങൾ നടക്കുന്നു. എന്നിട്ട് അതിൻ്റെ കണക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെക്രട്ടറി. ഉത്തർപ്രദേശിൽ 188, ഛത്തീസ്ഗഡിൽ 150, രാജസ്ഥാനിൽ 40, പഞ്ചാബിൽ 38, ഹരിയാന 34. ആ റിപ്പോർട്ടിലുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിക്കണം, ഏപ്രിൽ 2 പ്രത്യേകത എന്താണ്? ഏപ്രിൽ 2-നാണ് ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നത്. എന്നാൽ അന്നത്തെ മനോരമ ദിനപത്രത്തിൽ, അന്നത്തെ ഏപ്രിൽ 2 മനോരമ ദിനപത്രത്തിൽ CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അഖിലേന്ത്യാ മെത്രാന്മാരുടെ സഭയാണത്. കേരളത്തിൽ KCBC എന്ന് പറയുന്ന പോലെയാണ് നാഷണൽ ലെവലിൽ CBCI എന്ന് പറയുന്നത്. അവരുടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ പാതിരിമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. എന്ത്? 2-ാം തീയതി, ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്ന 2-ാം തീയതി, ബുധനാഴ്ച. എന്താ അത്? ക്രിസ്ത്യൻ മതവിശ്വാസികളെ തീവ്രവാദികൾ, നമ്മളൊന്ന് ആലോചിക്കണം, CBCI പറയുന്നതാണ്, ക്രിസ്ത്യൻ മതവിശ്വാസികളെ തീവ്രവാദികളും ദേശവിരുദ്ധരുമാക്കി. മുസ്ലിങ്ങളാക്കുന്ന കാര്യമല്ലല്ലോ പറയണത്, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളാക്കുന്ന കാര്യമല്ല പറയുന്നത്. സംഘ് പരിവാർ അങ്ങനെ ആക്കുന്നു എന്നാണ് ഇവർ വേവലാതിപ്പെടുന്നത്. തീവ്രവാദികളും ദേശവിരുദ്ധരുമാക്കി തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്നു എന്നാണ്. CBCI 2-ാം തീയതി പാർലമെന്റിൽ ഈ സംഗതി ചർച്ചയ്ക്ക് വരുന്ന ദിവസം മലയാള മനോരമ പത്രത്തിലുള്ള റിപ്പോർട്ടാണിത്. ഇനി ഏപ്രിൽ 5-ന്റെ പ്രത്യേകത എന്താണ്? ഏപ്രിൽ 5-നാണ് 2 സഭയിലും പാസ്സാക്കിയെടുത്ത ബില്ലിന് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകുന്നത്. അന്ന് 3 വാർത്തകൾ മലയാള മനോരമ ദിനപത്രത്തിലുണ്ട്. ഈ ഡേറ്റുകൾക്ക് പ്രത്യേകതയുണ്ട്, കാരണം ഈ ബില്ലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളാണിത്. 3 വാർത്തയാണ് മലയാള മനോരമ പത്രത്തിലുള്ളത്. ഒന്നാമത്തെ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയലാണ്. നീണ്ട എഡിറ്റോറിയൽ. അപലപനീയം ഈ അക്രമം, മതനിരപേക്ഷതയ്ക്ക് കളങ്കമായി ജബൽപൂർ സംഭവം. അങ്ങനെ ഒരു എഡിറ്റോറിയൽ ഉണ്ട് മനോരമക്ക് അന്നേ ദിവസം. രണ്ടാമത്തത്, ഒഡീഷയിൽ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോലീസുകാർ ആക്രമിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന പാതിരിയുടെ തോളലിൽ ചവിട്ടിപ്പൊട്ടിക്കുകയും 40,000 രൂപ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോവുകയും ചെയ്ത വാർത്ത അന്നേ ദിവസം മലയാള മനോരമയിലുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു ചിത്രത്തോടു കൂടിയുള്ള വാർത്ത അന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പാർലമെന്റിന്റെ മുമ്പിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാവരും പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ചണ്ഡീഗഡിൽ
ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ദുഃഖ വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ MP-മാർ പാർലമെന്റിന്റെ മുമ്പിൽ അവർ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തോടു കൂടിയുള്ള വാർത്തയാണ്. ഇങ്ങനെ 3 വാർത്തയാണ് ഈ 5-ാം തീയതി ഉള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏപ്രിൽ 3-ാം തീയതി രാവിലെ 1:56 പാർലമെന്റിൽ ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയെടുക്കുന്നത്. 1:56 2 മണിക്ക് മറ്റൊരു പ്രമേയം പാർലമെന്റിൽ പാസ്സാക്കുന്നുണ്ട്. ആ പ്രമേയം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ 356(1) വകുപ്പ് അനുസരിച്ചുള്ള പ്രമേയമാണ്. അതായത് 2025 ഫെബ്രുവരി മാസം 13-ാം തീയതി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയമാണ്. ആ പ്രമേയം പാസ്സാക്കുന്നത് പുലർച്ചെ 2 മണിക്കാണ്. ഉറക്കമിളച്ച് ദീർഘമായി ചർച്ചകൾക്കൊടുവിൽ ബില്ല് പാസ്സാക്കുന്നു. തൊട്ടുടനെ ഈ പ്രമേയം കൊണ്ടുവരുന്നു. ചർച്ചയ്ക്ക് പോലും അനുവദിക്കാതെ ശശി തരൂർ പറഞ്ഞു ഇതങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സംഗതിയല്ല, ഇത് ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് പോലും അനുവാദം കൊടുക്കാതെ പെട്ടെന്ന് ഈ ബില്ല് പാസ്സാക്കി ഈ റിസൊല്യൂഷൻ ഈ പ്രമേയം പാസ്സാക്കിയെടുത്തു. ഏത് പ്രമേയം? മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രമേയം. ഏത് മണിപ്പൂര്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട നടന്ന മണിപ്പൂരിനെ കുറിച്ചാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ വയലൻസ് നടന്നത് 2023 മെയ് മാസം 3-ാം തീയതിയാണ് ആ വയലൻസ് ആരംഭിച്ചത്. അതിലെന്തൊക്കെ നഷ്ടങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചെന്നറിയാമോ? 250 പേർ ആ വയലൻസിൽ ഇതുവരെ കൊല്ലപ്പെട്ടു. 7000 പേർക്ക് വീട് നഷ്ടപ്പെട്ടു. 4800 വീടുകൾ കത്തിച്ചു കളഞ്ഞു. 35-ലധികം ആളുകളെ അവിടെ ഇപ്പോൾ കാണാനില്ല. 380 ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, ചർച്ചുകളടക്കമുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കന്യാസ്ത്രീകളെ വിവസ്ത്രകളായിട്ട് അവിടെ നടത്തിച്ചു. ഈ മണിപ്പൂരിനെ കുറിച്ചുള്ള മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൻ്റെ പ്രമേയമാണ് അവിടെ പാസ്സാക്കിയെടുത്തത്. ഒരൊറ്റ ഒരുത്തനെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിച്ചില്ല. ആ പ്രമേയം അവിടെ പാസ്സാക്കിയെടുത്തു. എന്ന് മാത്രമല്ല, ഇത്രയുമൊക്കെ അവിടെ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധിയിൽപ്പെട്ടിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2022 മെയ് മുതൽ 2024 ഡിസംബർ വരെ 2.5 കൊല്ലത്തിനിടയിൽ 258 കോടി രൂപ മുടക്കി 38 വിദേശ രാഷ്ട്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനിടയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് പോലും സ്വന്തം രാജ്യത്ത് തൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ആളുകൾ ഇത്രയും പ്രതിസന്ധി അനുഭവിച്ചിട്ട് ആ മനുഷ്യൻ ഈ സാഹത്ത് വരെ അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. ഇത്രയേറെ ക്രൈസ്തവ സമൂഹം രാജ്യത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം സംഘപരിവാറിൻ്റെ, RSSന്റെ, BJPയുടെ ഒപ്പം നിലകൊള്ളാൻ ആവശ്യപ്പെട്ടതും പരസ്യമായി നിലകൊണ്ടതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിന്തുണ കൊടുത്തത് എന്തിനാണ്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിന്തുണ കൊടുത്തത് എന്തിനാണെന്ന് ഇവർ പറയുന്ന ഒരു ന്യായമുണ്ട്. ഒന്നാമത്തേത്, സാമൂഹിക നീതി ഇവിടെ നടപ്പാവണം. മുനമ്പം പ്രദേശത്ത് 600ഓളം കുടുംബങ്ങളുണ്ട്. അവരുടെ മോചനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സമൂഹം, ക്രൈസ്തവ സമൂഹം എന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പറയാമെങ്കിലും കത്തോലിക്ക സമുദായമാണ്, അവരുടെ നേതൃത്വമാണ്. കത്തോലിക്ക സമുദായത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെ ഒന്നും നമ്മൾ പറയുന്നില്ല. കത്തോലിക്ക സമുദായത്തിൻ്റെ നേതൃത്വം, ആ നേതൃത്വമാണ് ഈ പണി എടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് പറയുന്ന ന്യായം, ഇവിടെ സാമൂഹിക നീതി നടപ്പാവണം, 600ഓളം മുനമ്പത്തെ കുടുംബങ്ങൾക്ക് മോചനം കിട്ടണം, അവരുടെ അവകാശം അവർക്ക് കിട്ടേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ പിന്തുണക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല എന്നാണ്. സംഘപരിവാറിൻ്റെയും, എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, സംഘപരിവാറിൻ്റെയും കത്തോലിക്ക സഭയുടെയും വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഭൂമി വഖഫിൻ്റെ പേരിൽ കയ്യേറി വച്ചിട്ടുണ്ട് എന്നാണ് ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിലെ മുനമ്പം പ്രദേശത്തുള്ള വെറും 600 കുടുംബങ്ങളുടെ പ്രശ്നം മാത്രമാണ് ഇതുവരെ കത്തോലിക്ക സമൂഹം, ക്രൈസ്തവ സമൂഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. CBCI ആയാലും KCBC ആയാലും
അവർ ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭൂമി വീടുകളിൽ ക്രൈസ്തവ സമുദായത്തിലെ ആളുകളും വഖഫ് അധികാരികളുമായിട്ട് വഖഫ് ബോർഡുമായിട്ട് ഒരു കേസ് നടക്കുന്നുണ്ട് എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. വേറെ ഒരു സംസ്ഥാനത്തെയും ഒരു വിഷയം അവർ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഇത് KCBC മാത്രമല്ല പറയുന്നത്. KCBC ആണെങ്കിൽ കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിലാണ്, അത് കേരളത്തിലെ കാര്യം പറഞ്ഞു എന്ന് വയ്ക്കാം. അല്ല, ഇതിന്റെ ഒപ്പം CBCI ഉണ്ട്. അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ പേരാണ് CBCI എന്ന് പറയുന്നത്. ആ മെത്രാൻ സമിതി പോലും ഞങ്ങൾക്ക് വേറെ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ആളുകളുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു ആവശ്യമേ ഉന്നയിച്ചിട്ടില്ല. ഒരു ഇഷ്യൂ, ഒരു ഡിസ്പ്യൂട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ആകെയുള്ളത് ഈ 600 കുടുംബത്തിന്റെ കാര്യം. അവരുടെ കാര്യം ചെറുതാണെന്നല്ല നമ്മൾ പറയുന്നത്. ഈ 600, ഈ തെക്കേ അറ്റത്തുള്ള മുനമ്പത്തെ വെറും 600 കുടുംബങ്ങളുടെ പ്രശ്നത്തിന്റെ പേരിലാണ് ഇന്ത്യ രാജ്യത്ത് വരുന്ന 14.2% മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി അവരുടെ ഭൂമി അന്യായമായി സംഘപരിവാർ സർക്കാരിന് കുടില തന്ത്രങ്ങളിലൂടെ കയ്യേറാൻ എളുപ്പക്രിയ ചെയ്തു കൊടുക്കുന്ന ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി അവർ കൂട്ടുനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഒരുപാട് ഇത്തരം ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഈ മുനമ്പത്തെ 600 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ഇനി 600 കുടുംബങ്ങളുടെ പ്രശ്നം എന്താ? ഈ 600 കുടുംബങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കപ്പെടരുത് എന്ന് ക്രൈസ്തവ സഭാ നേതൃത്വത്തെ മുസ്ലിം നേതൃത്വം അങ്ങോട്ട് ചെന്ന് അവരുടെ അരമനയിൽ ചെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതാണ്. ഇവരിവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല. മുസ്ലിം ലീഗ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ജമാഅത്തെ ഇസ്ലാമി, കേരള നദവത്തുൽ മുജാഹിദീൻ, എല്ലാ സംഘടനകളും അവിടെ അങ്ങോട്ട് ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത്? ഇവിടെ നിന്ന് അവർ കുടിയിറങ്ങേണ്ടി വരില്ല, ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇടതുപക്ഷം, പ്രതിപക്ഷം ഇവരാരെങ്കിലും പറഞ്ഞോ ഇവിടുന്ന് ഇവരിറങ്ങണം എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അവരെ ഒന്നും വിശ്വാസത്തിൽ എടുക്കാതെയാണ് കത്തോലിക്ക സഭ ഇതിന് പരസ്യമായി സംഘപരിവാറിന് പിന്തുണ കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് കത്തോലിക്ക സഭയ്ക്ക് മലയാള മനോരമയുടെ നിലപാടെങ്കിലും എടുക്കാമായിരുന്നു. മലയാള മനോരമയുടെ നിലപാടെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് എടുക്കാമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 2-ാം തീയതിയാണ് ബില്ല് പാർലമെന്റിൽ വരുന്നത്. 3-ാം തീയതിയാണ് ബില്ല് പാസ്സാക്കുന്നത്. 4-ാം തീയതിയാണ് ബില്ല് രാജ്യസഭയിൽ വരുന്നത്. 5-ാം തീയതിയാണ് ദ്രൗപദി മുർമു അതിന് കൺസെന്റ് കൊടുക്കുന്നത്. 8-ാം തീയതിയാണ് ആ ബില്ല് പ്രാബല്യത്തിൽ വന്നതായി ഗവൺമെന്റിന്റെ സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, കേരളത്തിലെ എല്ലാ പത്രങ്ങളും മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, ദി ഹിന്ദു, സുപ്രഭാതം, മാധ്യമം, അങ്ങനെ തുടങ്ങിയ എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അടക്കം, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അതേസമയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ മനോരമ ഒന്ന് എടുത്തു നോക്കൂ. മനോരമയിൽ അത് സംബന്ധമായി ഒരു എഡിറ്റോറിയലുമില്ല. എങ്ങാണ്ടുകൂടി ഒരു റോഡ് പോയാൽ അതിനെക്കുറിച്ച് വരെ എഡിറ്റോറിയൽ എഴുതുന്ന പത്രമാണ് മനോരമ. പക്ഷേ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടേ ഇല്ല. 14.2% മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു എഡിറ്റോറിയൽ എഴുതാൻ പോലും കഴിഞ്ഞില്ല. അത് കഴിയാത്തതിന് കാരണമുണ്ട്. ആ എഡിറ്റോറിയൽ എഴുതണമെങ്കിൽ കത്തോലിക്ക സഭയുടെ നിലപാടെ ആ എഡിറ്റോറിയൽ റിഫ്ലക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ എഡിറ്റോറിയൽ കത്തോലിക്ക സഭയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ എഴുതാൻ പറ്റുള്ളൂ. മലയാള മനോരമ പത്രം അവർക്ക് നല്ല ബോധമുണ്ട്, ഇത് മുസ്ലിങ്ങളും കൂടി എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് എഴുതി പിടിപ്പിച്ചാൽ അത് ശരിയല്ല എന്ന മലയാള മനോരമയുടെ ബോധം പോലും, അല്ലെങ്കിൽ ആ ഒരു സമീപന രീതിയെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് എടുക്കാമായിരുന്നു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബില്ല് കേരളത്തിലെ 18 MP-മാര് എതിർത്തിട്ടും ബില്ല് പാസ്സായില്ലേ? ഈ ബില്ല് പാസ്സാകും. കാരണം NDAക്ക് ഭൂരിപക്ഷമുള്ള ഒരു സഭയിൽ ആ ബില്ല് പാസ്സാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വേറെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ആ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആ ബില്ല് രാജ്യസഭയിൽ വരുമ്പോൾ എന്തൊക്കെ പ്രതിരോധം തീർത്താലും ആ ബില്ല് അവിടെ നിന്ന് പാസ്സാക്കപ്പെടും എന്ന് എല്ലാവർക്കും അറിയാം. ആഹാരം കഴിക്കുന്ന, മൂക്ക് കീഴ്പോട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ പാസ്സാക്കപ്പെടും എന്നുള്ള കാര്യം. അങ്ങനെ പാസ്സാക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഇവർ പറയുന്നത് അവിടെ നിയമം പാസ്സായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നല്ലേ. അപ്പൊ ഇവരെന്താ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത്? എന്തായാലും ആ ബില്ല് പാസ്സാകും. ഇവിടെ സംഘപരിവാറിന്റെ മുഷ്കിനും അവരുടെ കയ്യേറ്റങ്ങൾക്കും വിധേയമാകുന്ന 2 ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങളും മുസ്ലിങ്ങളും.
അപ്പൊ അതുകൊണ്ട് തൽക്കാലം മുസ്ലിങ്ങളെ വെറുപ്പിക്കണ്ട, ബില്ല് എന്തായാലും പാസ്സാകുമല്ലോ. പാസ്സാകുന്ന സന്ദർഭത്തിൽ ആ മുനമ്പംകാരുടെ പ്രശ്നം സ്വാഭാവികമായി പരിഹരിക്കപ്പെട്ടു പോവുകയും ചെയ്യും. പോകുമെന്നുള്ളത് വേറെ കാര്യമാണ്, പോകുമെന്നാണല്ലോ ഇപ്പോഴും പറയുന്നത്. ആയിക്കോട്ടെ, പരിഹരിക്കപ്പെടുമല്ലോ. അപ്പൊ ഇവരെന്ത് വേണമായിരുന്നു? അല്പമെങ്കിലും മൗനം പാലിച്ച് അവർക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് നിൽക്കാമായിരുന്നു. ഏതുപോലെ? മലയാള മനോരമയുടെ നിലപാട് പോലെ. എഴുതിയ ഞങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ നിലപാട് എഴുതാൻ പറ്റുള്ളൂ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അടക്കം ഇത് വാങ്ങി വായിക്കുന്ന ആളുകളാണ്, അവരെന്ത് വിചാരിക്കും എന്നൊരു വിചാരം മനോരമക്കുണ്ടായി. ആ വിചാരം പോലും ഇത്രയും ക്രൈസ്തവ സമൂഹം ഇത്രയും കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം സമൂഹം സംഘപരിവാറിനാൽ ഇത്രയേറെ കയ്യേറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ പണി ഇവർ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അവർക്ക് തിരിയാത്തത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 17.29 കോടി ഏക്കർ ഇന്ത്യ രാജ്യത്ത് കൈവശം വെച്ച്, ഭൂമി കൈവശം വെച്ച്, അതിനകത്ത് ആയിരക്കണക്കിന് ആശുപത്രികളും കോളേജുകളും സ്കൂളുകളും സെമിനാരികളും കോൺവെന്റുകളും ചർച്ചുകളും വളരെ വ്യവസ്ഥാപിതമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സമുദായത്തിന്റെ ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വച്ചാണ് നമ്മൾ മറ്റൊരു കാര്യം അറിയേണ്ടത്. ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഒരു കുറേ നാളുകളായി കത്തോലിക്ക സഭ തങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്, തങ്ങൾക്ക് മുസ്ലിങ്ങളോട് വലിയ താല്പര്യമില്ല എന്ന് സംഘപരിവാറിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും തള്ളിക്കളഞ്ഞതാണ്. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളൊക്കെ ആരുടെയാണ്? ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളൊക്കെ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJP ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ കീഴിലുള്ളതാണ്. NIA ആണെങ്കിലും CBI ആണെങ്കിലും മറ്റേത് ടീമാണെങ്കിലും ഭരണകൂടത്തിന്റെ കീഴിലുള്ളതാണ്. ആ അന്വേഷണ സംഘപരിവാർ സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അടക്കം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഏജൻസികൾ അടക്കം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എന്നിട്ടും ആ ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് ആവർത്തിച്ച് കേരളീയ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് കത്തോലിക്ക സഭയാണ്. എന്നാൽ ഈ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിന്റെ ന്യൂമറിക്കൽ ഫാക്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയാൻ കത്തോലിക്ക സഭയ്ക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. കത്തോലിക്ക സഭയ്ക്ക് എന്നല്ല, ആർക്കും സാധിച്ചിട്ടില്ല. ഇത്ര ആളുകൾ ഇന്നടത്തുനിന്ന് പോയിട്ടുണ്ട്, ഇന്ന ആളുകൾ ഇന്നടത്തുനിന്ന് പോയിട്ടുണ്ട്, ഒരു കണക്കുമില്ല. വെറുതെ വായുവിലേക്ക് വെടിവെക്കുകയാണ്. അതുമാത്രമല്ല, ഈ ലവ് ജിഹാദ് ഉയർത്തിക്കൊണ്ടുവരുന്ന മുഴുവൻ ആളുകളെയും കത്തോലിക്ക സഭ പിന്തുണക്കുകയാണ്. എന്നു മാത്രമല്ലാതെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ വല്ലാണ്ട് വ്യഗ്രതപ്പെടുന്നതും ആ കാലത്ത് നമുക്ക് കാണാമായിരുന്നു. അതാണ് ഒരു കാര്യം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് താല്പര്യമില്ല, ഞങ്ങൾക്ക് സംഘപരിവാറായ നിങ്ങളോടാണ് താല്പര്യം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ അവർ ഉപയോഗിച്ച തന്ത്രങ്ങളായിരുന്നു അത്. മറ്റൊന്നാണ് ഈ പറയുന്ന പോലെ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. നർക്കോട്ടിക് ജിഹാദ് ഭരണകൂടം അത് നിഷേധിച്ചതാണ്. അങ്ങനെ ഒരു ജിഹാദൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇവിടെ എല്ലാ സമുദായക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ കല്ലറങ്ങാട്ട് അച്ഛൻ പറഞ്ഞത് ഇവിടെ നർക്കോട്ടിക് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന്. എല്ലാറ്റിനെയും മുസ്ലിം വിരുദ്ധമായിട്ട് അവതരിപ്പിക്കാനുള്ള ശക്തമായ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കാസ എന്ന് പറയുന്ന ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പുണ്ട്, ഒരു ക്രൈസ്തവ തീവ്രവാദ ഗ്രൂപ്പുണ്ട് കാസ എന്ന് പറയുന്ന. ഈ കാസയെ ഇന്ന് വരെ കത്തോലിക്ക സഭ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിന്റെ അധ്യക്ഷൻ കെവിൻ പീറ്റർ പറയുന്നത് കേരളത്തിലെ 17 സഭ ഞങ്ങളെ പിന്തുണക്കുന്നു എന്നാണ്. അതിന്റെ വസ്തുതയൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് ഔദ്യോഗികമായി അതിനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് മുസ്ലിങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ എപ്പോൾ തള്ളി പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കും. ഇന്നുവരെ കത്തോലിക്ക സഭ അത് ചെയ്തിട്ടില്ല. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇൻഡിറക്റ്റ് ആയിട്ട് ചെയ്യുന്ന പണികളായിരുന്നു. ഇന്നിപ്പോ അവർക്ക് ഒരു ന്യായത്തിന്റെ പുറത്ത് പരസ്യമായി സംഘപരിവാറിനെ പിന്തുണയ്ക്കാനുള്ള അവസരമുണ്ടായി. കാരണം എന്താണ്? മുനമ്പത്തുള്ള ഞങ്ങളുടെ കുറേ ആളുകളുടെ ഭൂമി പോവും, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സന്ദേശം പരസ്യമായി ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ കണ്ടില്ലേ, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സംഘപരിവാറിനെ ബോധ്യപ്പെടുത്താൻ സഭ ശക്തമായി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം, മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം, കത്തോലിക്ക സഭ
അവരുടെ ഒപ്പം നിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടം സേഫ് സോണാക്കി മാറ്റാം എന്നായിരിക്കും കത്തോലിക്ക സഭ വിചാരിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ മുസ്ലിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും, അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി മുതലൊന്നും അടിച്ചു മാറ്റൂല എന്ന് കത്തോലിക്ക സഭ ധരിച്ചിട്ടുണ്ടാവും. എങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ മുസ്ലിങ്ങൾക്ക് നേരെ ഇവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചൂടുരക്തമൊഴുക്കിയ, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ പ്രക്രിയയിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സമുദായത്തിന് നേരെ സംഘപരിവാർ ചീറ്റുന്നത്, അവരുടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടെ വീടുകൾ തല്ലിപ്പൊളിക്കുന്നത്, അവർക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടാണെന്നോ ഈ ദേശത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണെന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവർ മുസ്ലിങ്ങൾക്ക് നേരെ ചെയ്യുന്നത്, ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് ഇവിടുത്തെ ഏതെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ക്രൈസ്തവം വിശ്വസിക്കോ? ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെന്താണ് മുസ്ലിങ്ങളോടുള്ള വിരോധം? വംശീയ വിരോധമാണ്. വംശീയ വിരോധമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 834 ആക്രമണങ്ങൾ 2024 ഡിസംബർ വരെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിട്ടുണ്ട്. ജബൽപൂരിൽ ആക്രമണം നടന്നു, അതേപോലെ തന്നെ ഒഡീഷയിൽ ആക്രമണം നടന്നു. ഷോൾഡർ എല്ലു പൊട്ടിച്ചു കളഞ്ഞു, 40,000 രൂപ കട്ടുകൊണ്ടുപോയി. ഇവർ തന്നെ പറയുന്നു, CBCA തന്നെ പറയുന്നു, ഞങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നു. ഒഡീഷയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ മതപരിവർത്തനം നടത്താൻ പോകുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അവരെ തല്ലിയത്. ഇവരാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്? PC ജോർജ് എന്താ പറഞ്ഞത്? PC ജോർജ് പറഞ്ഞത്, കണ്ണി കണ്ട അമ്പലത്തിന്റെ മുമ്പിൽ പോയി വേണ്ടാദിനം കാണിച്ചാൽ ചിലപ്പോൾ തല്ലുള്ളൂ എന്നാണ് PC ജോർജ് പറഞ്ഞത്. ഇവിടുത്തെ ഏതെങ്കിലും ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നുണ്ടോ ഇവിടുത്തെ ക്രൈസ്തവ പാതിരിമാര് അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് വേണ്ടാദിനം കാണിച്ചതുകൊണ്ടാണ് അവരെ തല്ലിയതെന്ന്? ഇല്ല, അതുകൊണ്ടല്ല. മറിച്ച് ക്രൈസ്തവ സമൂഹത്തിലുള്ള വംശീയ വിരോധമാണ് അതിന് കാരണം. വംശീയ വിരോധമാണ്. അതെന്താ കാര്യം? അവരുടെ വേദപ്രമാണത്തിന്റെ 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും വളരെ പച്ച മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവർ നിഷേധിച്ചിട്ടില്ല. ആ പുസ്തകം ഇന്നും അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? വൈദേശിക ഭീഷണികളെക്കാൾ ദേശീയ ഭദ്രതയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് ആഭ്യന്തര ശത്രുക്കളാണ്. ഒന്ന് മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് നിങ്ങൾ അവരെ എങ്ങനെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ അവരെ സമാധാനത്തോടു കൂടി ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അനുവദിക്കില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളായി പോയതുകൊണ്ടാണ്. മുസ്ലിങ്ങളായി പോയതുകൊണ്ടാണ്. മുസ്ലിങ്ങളായി പോയതുകൊണ്ടും ക്രിസ്ത്യാനികളായി പോയതുകൊണ്ടുമാണ് ഈ ഉപദ്രവങ്ങളെല്ലാം അവർ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ തൊടുത്തുവിടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബില്ലൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഒഡീഷയിൽ നടക്കുന്നു, ജബൽപൂരിൽ നടക്കുന്നു, അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ യേശു ക്രിസ്തുവിനെ വെച്ചിരുന്ന ഒരു കൂടിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇവർ എന്ത് ചെയ്തു? ഇവർ തുളസി ചെടി നട്ടു. പെണ്ണുങ്ങളടക്കം കടന്നാക്രമിക്കുകയാണ് ക്രൈസ്തവ പാദ്രിമാരെ. അതാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSSന്റെ കാര്യവാഹകമായിട്ടുള്ള മോഹൻ ഭഗവത്, ഇവരാരെങ്കിലും ഒരക്ഷരം പറഞ്ഞ വാർത്ത ഇന്ന് വരെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അതിനെതിരെ വരില്ല. കാരണം അവർ ബൈബിളിനെല്ലാം അവർ അംഗീകരിക്കുന്നത്, വിശുദ്ധ ഖുർആനിലല്ല അവർ അംഗീകരിക്കുന്നത്, ഭഗവത്ഗീതയല്ല അവർ അംഗീകരിക്കുന്നത്, മഹാഭാരതമല്ല അവർക്ക് പാടാവലി ഗോൾവാൾക്കർ എഴുതി വെച്ച ബഞ്ച് ഓഫ് തോട്ടാണ് എന്നുള്ളതാണ്. ആ ബഞ്ച് ഓഫ് തോട്ടിലാണ് ഇത് എഴുതി വച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഞങ്ങളുടെ ശത്രുക്കളാണ്. അവർ വൈദേശിക ശത്രുക്കളെക്കാൾ ഗുരുതരമായ അപകടം സൃഷ്ടിക്കുന്ന ശത്രുക്കളാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ഇവർ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ അർത്ഥത്തിൽ അവരെ സുഖിപ്പിച്ച് നിങ്ങളുടെ ഇടം സുരക്ഷിതമാക്കാൻ പറ്റും എന്ന് ക്രൈസ്തവ സഹോദരന്മാരും ക്രൈസ്തവ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ അച്ഛന്മാരും മനസ്സിലാക്കരുത്, പിതാക്കന്മാരും മനസ്സിലാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കൂടെ നിർത്തി മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ക്രൈസ്തവരെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച് മുസ്ലിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇരിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു വശത്ത് ഈ ബില്ലിന് പിന്തുണ നോക്കുമ്പോൾ മറുവശത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് ആക്രമിക്കുക. ഇത് അവർ ഈ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കാമെന്ന് ഒരു തീരുമാനിച്ചോ? ഇല്ല. മുസ്ലിങ്ങളോടൊപ്പം തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലും തിരിച്ചറിയാനുള്ള പ്രാഥമിക വിവരം പോലും ഈ സഭാപിതാക്കന്മാർക്കുണ്ടായില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ നിരന്തരം പത്രപ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു.
ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ല. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടും മണിപ്പൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല. 258 കോടി രൂപ മുടക്കി 38 വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ വരെ ഒന്ന് പോകാനുള്ള മനസ്സുണ്ടായില്ല. ഇതൊക്കെ പാഠങ്ങളാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ഇതൊക്കെ നമ്മളും മനസ്സിലാക്കേണ്ടതാണ്, മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാം, ഇത്രയും കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ പേരിൽ, ഇതൊക്കെ ഇവിടെ നടക്കുന്നു എന്ന പേരിൽ നമ്മൾ ഒരിക്കലും ക്രൈസ്തവ സഹോദരന്മാരെ വെറുക്കരുത്. ക്രൈസ്തവ സഹോദരന്മാരെ നമ്മൾ വെറുക്കരുത്. ക്രൈസ്തവ സഹോദരന്മാർ ഇതിനൊക്കെ അനുകൂലിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതേപോലെ തന്നെ ക്രൈസ്തവ പാദ്രിമാർ, വൈദികന്മാർ ഇതിനൊക്കെ എല്ലാവരും അനുകൂലിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അവരിൽ ബഹുഭൂരിപക്ഷവും ഇത്തരം ചിന്താഗതികൾക്കെതിരാണ്. അതിൻ്റെ ശക്തമായ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ വർഗീയവാദികളായിട്ട് അവരുടെ കൂട്ടത്തിലുണ്ട്. അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ളേ, അത് നമ്മുടെ കൂട്ടത്തിലുള്ളേ, അതുപോലെ അവരുടെ കൂട്ടത്തിലുണ്ട്, കുറച്ചു പേരുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് സാധാരണ ക്രൈസ്തവ സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ ഹുത്തുവയിൽ പറഞ്ഞ പോലെ RSSന്റെ പേരിൽ, ബജറംഗ് ദളിന്റെ പേരിൽ, BJPയുടെ പേരിൽ നമ്മുടെ സുഹൃത്തുക്കളായ, അയൽക്കാരായ, നാട്ടുകാരായ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ വെറുക്കരുത്. ഹിന്ദുക്കളും ഹിന്ദുത്വവും വ്യത്യാസമുണ്ട്, പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ഹുത്തുബയിൽ. എന്ന് പറഞ്ഞ പോലെ കാസയും ക്രിസ്ത്യാനിയും വ്യത്യാസമുണ്ട്, ഇസ്ലാമും IS വ്യത്യാസമുള്ളതുപോലെ, മുസ്ലിങ്ങളും IS വ്യത്യാസമുള്ളതുപോലെ വ്യത്യാസമുണ്ട്. ഇത് തിരിച്ചറിയണം നമ്മൾ. സഭാപിതാക്കന്മാർ ഇതുപോലുള്ള നിലപാട്, നമ്മളെ വേദനിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജനാധിപത്യപരമായി ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവ സഹോദരന്മാരെ വെറുക്കലല്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ വെറുക്കരുത്. വിശുദ്ധ ഖുർആനിന്റെ പാഠാവലിയും അത് തന്നെയാണ്. ആമുഖത്തിൽ ഞാൻ ഓതി വെച്ചത് അതാണ്. 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിന, 8-ാം വാചകം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്താ അല്ലാഹു പറഞ്ഞത്? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാതിരിക്കുകയും നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് സംഘട്ടനത്തിന് വരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം, അവരോട് നിങ്ങൾ നീതി പാലിക്കണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു അത്തരം നീതിമാന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഭാഗത്തു കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പാഠങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇതിനാണ് സബർ വേണമെന്ന് പറയുന്നത്, ഇതിനാണ് തഖ്വ വേണമെന്ന് പറയുന്നത്. നമ്മൾ വൈകാരികമായി കാര്യങ്ങൾ നോക്കിക്കാണരുത്, നമ്മൾ വൈചാരികമായി കാര്യങ്ങൾ നോക്കിക്കാണണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ. അതിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.